ഇതുവരെ ജീവിച്ച ലോകം തൻ്റെ മുമ്പിലില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവസാനത്തെ പരിഹാരം ആത്മഹത്യയായി കാണുന്നു. ഉദാഹരണത്തിന്, പ്രണയമാണ് തനിക്ക് ജീവിക്കാനുള്ള ഏക പ്രതീക്ഷയെന്ന് കരുതുന്ന ഒരാൾക്ക് പ്രണയം പരാജയപ്പെടുമ്പോൾ മറ്റൊരു ലോകം കാണാനാവുന്നില്ല. പരീക്ഷയിൽ തോറ്റാൽ ഇനിയും ജയിക്കാൻ അവസരമുണ്ടാക്കി തരുന്ന ഒരു ലോകം ഇവിടെ ഉണ്ട് എന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ. സാമ്പത്തിക തകർച്ച നേരിട്ടാൽ ഇനി എനിക്ക് ഇതുവരെ ജീവിച്ച സൗകര്യത്തിൽ ജീവിക്കാൻ മറ്റൊരു ലോകമുണ്ടെന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ. അപമാനിക്കപ്പെട്ടാൽ നമ്മളെ മനസ്സിലാക്കാൻ കരുതുന്ന ആരും ഈ ലോകത്തിലില്ല എന്നുള്ള ഒരു ചിന്ത. ഇങ്ങനെ വിവിധ തരത്തിൽ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ മനോഹരമായ ഈ ലോകം ഏറ്റവും നശിച്ച ഒരു സ്ഥലമായിട്ട് അനുഭവപ്പെടുന്നു. പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകളെയൊക്കെ മറികടക്കാനായാൽ കാര്യങ്ങൾ മാറി. അതായത്, ഒരു വാതിലടഞ്ഞാൽ ദൈവം മറ്റനേകം വാതിലുകൾ നമുക്കായി തുറന്നിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പക്ഷേ അതിന് പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന നല്ല മനുഷ്യർ നമുക്ക് ചുറ്റിലുണ്ടാകണം. അത്തരം ആളുകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നതും. തളർത്തുന്ന മനുഷ്യരാകാതെ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്ന നല്ല മനുഷ്യരായി തീരാനാണ് നാം പരിശ്രമിക്കേണ്ടത്. മരണത്തിലൂടെ ഭൂമി എന്ന ഇടം നഷ്ടമാകുന്നതുവരെ നമുക്ക് ജീവിക്കാൻ 1000 ലോകങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ സമയത്തിന് മുമ്പേയുള്ള സ്വയം മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. ജീവൻ തന്നവർക്കല്ലാതെ മറ്റാർക്കും ജീവൻ എടുക്കാൻ അവകാശമില്ലെന്ന് ഓർക്കുക. സോ റീപ്ലേസ് യുവർ നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. ദാറ്റ് ഈസ് റീഫ്രെയിം യുവർ മൈൻഡ്.